നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്, മാമ്പഴ പ്രഥമൻ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 അൽഫോൺസോ മാംഗോ തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഉരുളി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ മുറിച്ചു വെച്ച മാങ്ങ ഇതിലേക്കിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി വരട്ടാം. ഇപ്പോ ഇത് വരട്ടാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര ശർക്കര ഉരുക്കിയത് ഒരു അരിപ്പയിലൂടെ അരിച്ചു ചേർക്കാം. ഞാനിപ്പോൾ എടുത്തത് 200 ഗ്രാം ശർക്കരയുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് എടുക്കാം. ഇതിന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇതിപ്പം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഉടയാത്ത മാങ്ങയുണ്ടെങ്കിൽ തവി കൊണ്ട് കുത്തി ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചവ്വരി തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞതാണ് ഇത് ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർക്കണം. ഞാനിവിടെ ഒരു തേങ്ങയുടെ 1 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം വീണ്ടും തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പോ 2-ാം പാൽ ചേർത്ത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർക്കണം. ഞാനിവിടെ ഒരു തേങ്ങയുടെ 1/2 കപ്പ് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിടണം. മാങ്ങാ പ്രഥമൻ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ വേണ്ടി ഇവിടെ അടുപ്പത്തൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് 2ആയി പിളർന്നിട്ടിടാം. ഇത് ഇളക്കി ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയിട്ട് വറുത്തെടുക്കാം. ഇളക്കി വറുത്തെടുക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പായസത്തിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.